നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ ഒരു ബോട്ടിൽ ആർട്ടാണ് കാണിക്കുന്നത്. ഇത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ഡൗണി വാങ്ങിയിട്ടുള്ള ബോട്ടിലാണ്. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിലുകൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും, നമ്മൾ കളയാറാണ് പതിവ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാനിതിൽ സ്പ്രേ പെയിൻ്റാണ് അടിക്കുന്നത്. അതിൻ്റെ സാധാരണ പെയിൻ്റ് അടിച്ച പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് ചിലപ്പം അതിൽ പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ സ്പ്രേ പെയിൻ്റാണ് ഇതിൽ ചെയ്യുന്നത്. അതിൻ്റെ മേലെയുള്ള സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞു. എന്നിട്ട് ഞാനത് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൽ ഞാനൊരു ചിത്രം വരച്ചു. ഒരു ഗണപതിയുടെ ചിത്രമാണ് ഞാനതിൽ വരച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വരയ്ക്കാൻ അറിയുന്നവർക്ക് അത് വരയ്ക്കാം, അല്ലാത്തവർക്ക് സ്റ്റെൻസിലായിട്ട് നമുക്ക് കിട്ടും നെറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എടുത്ത് സ്റ്റെൻസിൽ വെച്ച് വെട്ടി വരച്ചെടുക്കാം. ഞാൻ ആദ്യം ഒരു സ്കെച്ച് കൊണ്ടാണ് വരച്ചത്. ഡയറക്റ്റ് നമുക്ക് ഒരു ഇത് വെച്ചിട്ട് വരയ്ക്കാം, പക്ഷേ തെറ്റിപ്പോകുമോ എന്നുള്ളത് കൊണ്ട് സ്കെച്ച് കൊണ്ട് അതിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്കത് മായ്ക്കണമെങ്കിൽ ഒന്ന് മായ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ സ്കെച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തു. അപ്പോൾ ഇത് അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. ഞാൻ രാത്രിയിലാണ് ചെയ്തത്, അതുകൊണ്ടാണ് തോന്നുന്നു അത് അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. അതിനുശേഷം ഞാനൊരു CD മാർക്കർ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ പിന്നെ ഒന്നുകൂടെ വരച്ചു കൊടുത്തത്. അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. CD മാർക്കർ ആകുമ്പോൾ അതിൻ്റെ നിബ്ബ് കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ പെന്ന് പോലെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ CD മാർക്കർ വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ സ്കെച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചത്. എന്നാൽ ഞാൻ CD മാർക്കർ വെച്ചിട്ട് വരച്ചു. എളുപ്പമാണ് ചെയ്യാൻ. ഇതേപോലെ എന്ത് പിക്ചർ വേണമെങ്കിലും നമുക്ക് നെറ്റിൽ നോക്കിയിട്ട് കിട്ടും. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ മെറ്റാലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒരു ഗ്ലേസിങ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനത്തെ പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ആദ്യം ഞാൻ വലിയ ബ്രഷ് വെച്ചിട്ടാണ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് കളർ ചെയ്ത് കൊടുത്തു. ബ്രഷ് നമ്മളെപ്പോഴും ഒന്ന് നനച്ചിട്ട് വേണം എപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പം ബ്രഷ് ഒന്ന് നനച്ചിട്ട് മെറ്റാലിക് പെയിൻ്റാണ് ഞാൻ ചെയ്തത്. ഈ ഗോൾഡൻ കളറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ ഇതിൽ കറക്റ്റായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ബ്രഷ് നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ ഒരു വലിയ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഒരു കുഞ്ഞ് ബ്രഷ് വെച്ച് ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ 2 കോട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലാണ്, അതിലൊരു ചെറിയ ഡിസൈനും കൂടെ ഉള്ള ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് പെയിൻറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. നമുക്കിത് വരയ്ക്കാൻ അറിയണമെന്ന് ഒന്നുമില്ല. നമുക്ക് സ്റ്റെൻസിൽ നമുക്ക് നെറ്റിൽ നോക്കിയിട്ട് എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്ത് അത് വെച്ച് വരച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടാവും നമ്മൾ കളയുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടിലൊക്കെ എല്ലാ ബോട്ടിലുകളും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആർട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഞാൻ 2 കോട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ആ ബ്ലാക്ക് നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം, അതേപോലെ ഒന്നുകൂടെ വരച്ചു. അപ്പോൾ അത് കറക്റ്റ് പെയിൻറ്റൊക്കെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ അത് കറക്റ്റായിട്ട് വരും, ആ ബ്ലാക്ക് ലൈനർ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. വളരെ ഈസിയാണ് ചെയ്യാൻ. നമ്മൾ വലിച്ചെറിയുന്ന ഒരു ബോട്ടിലാണ്, അതിന് നല്ലൊരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഷോക്കേസിൽ വെക്കാനും നല്ലൊരു ഭംഗിയുള്ളൊരു ബോട്ടിലായിട്ട് മാറിയിട്ടുണ്ട്.
എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിലുള്ള ഓൾ എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരുപാട് ചിലവൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.